തൻ്റെ പത്നിയായ പുലോമയെ അസുരൻ പിടിച്ചുകൊണ്ടുപോകാൻ കാരണം അഗ്നി ഭഗവാനാണെന്ന് കരുതി മഹർഷി ഭൃഗു അഗ്നിദേവനെ ശപിക്കുന്നു. ശുദ്ധാശുദ്ധ വസ്തുക്കളെ ഭേദമില്ലാതെ ഭക്ഷിച്ച് അഗ്നി മലിനപ്പെടട്ടെ എന്ന ശാപമാണ് അഗ്നിദേവൻ ഏറ്റുവാങ്ങിയത്. ഉടനെ അഗ്നി തിരിച്ചു ചോദിക്കുന്നു, ഹേ മഹാമുനെ, ഞാൻ സത്യം പറഞ്ഞു പോയതാണോ അപരാധമായത്? അങ്ങയുടെ ധർമ്മബോധം ഇത്ര ഇടുങ്ങിയതാണല്ലോ. എനിക്ക് വേണമെങ്കിൽ അങ്ങയെ ശപിക്കാം. അങ്ങയുടെ തെറ്റ് അങ്ങേക്ക് തന്നെ എന്തെങ്കിലും ബോധ്യപ്പെടും. എല്ലാവിധ അജ്ഞാനാർത്ഥ കാരണങ്ങളെയും നശിപ്പിക്കുന്ന ഞാൻ സത്യമാകുന്നു. സൃഷ്ടിക്കും സംഹാരത്തിനും സാക്ഷിയായി ഞാൻ തന്നെ വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അഗ്നിദേവൻ വൈരാഗ്യത്തോടെ അന്തർധാനം ചെയ്തു. അദ്ദേഹം ജലാന്തർഭാഗത്തേക്കാണ് പോയത്. അഗ്നിയുടെ തിരോധാനത്തോടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ മുടങ്ങി. യാഗങ്ങളും ഹോമങ്ങളും നടക്കാതെയായി. എങ്ങും പ്രകാശമസ്തമിച്ചു. ഭക്ഷണം പാകം ചെയ്യുവാൻ നിവൃത്തിയില്ലാതെ മനുഷ്യർ വലഞ്ഞു. ദേവതകൾക്കുള്ള യജ്ഞഭോഗം ലഭിക്കാതെയുമായി. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ ചൈതന്യം തന്നെ നശിച്ചു. പരിഹാരം കണ്ടെത്തുവാൻ ദേവകളും മഹർഷിമാരും ബ്രഹ്മലോകത്തെത്തി. ബ്രഹ്മദേവൻ അഗ്നിയെ ധ്യാനിക്കയാൽ തൽക്ഷണം തന്നെ പാവകൻ പ്രത്യക്ഷപ്പെട്ടു. ഭൃഗുവിനോടുള്ള വിരോധം നിമിത്തം ലോകത്തെ മറന്നത് ശരിയായില്ല എന്ന് ബ്രഹ്മദേവൻ. എന്നാൽ താൻ അശുദ്ധനായി തീർന്നതിൽ അഗ്നിദേവന് വല്ലാത്ത നിരാശയുണ്ടായിരുന്നു. ബ്രഹ്മദേവൻ അഗ്നിദേവനെ അനുഗ്രഹിച്ചു. ഭൃഗുവിൻ്റെ ശാപം ഇനിമേൽ അഗ്നിക്ക് ബാധകമല്ല എന്നും ആ ജ്വാലയിൽ എത്ര മലിനമായ സാധനം കത്തിയിരിഞ്ഞാലും അതുമൂലം അഗ്നിക്ക് ഒരു മാലിന്യവും സംഭവിക്കുകയില്ല എന്നും എപ്പോഴും അഗ്നി വിശുദ്ധവും പവിത്രവുമായിരിക്കുമെന്നും ബ്രഹ്മദേവൻ പറയുന്നു. അഗ്നിയുടെ സ്പർശത്താൽ എത്ര അശുദ്ധമായ വസ്തുവും ഇനിമേൽ ശുദ്ധമായി തീരും എന്നും വിരിഞ്ച്. അങ്ങനെയാണ് അഗ്നി പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശുദ്ധവും ശ്രേഷ്ഠവുമായി തീർന്നത്.